നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ അതിശക്തമായ മഴ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ചില മുന്നറിയിപ്പുകളൊക്കെ വിമാനങ്ങൾ റദ്ദാക്കുക, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുക എന്നതടക്കമുള്ള മുന്നറിയിപ്പുകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള 3 വിമാനങ്ങൾ റദ്ദാക്കി. ദുബായിൽ നിന്നുള്ള വിമാനങ്ങളും വരുന്നില്ല. മഴ ശക്തമായതിനെ തുടർന്ന് UAE-യിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്യാവശ്യത്തിനല്ലാതെ ആരും പുറത്തിറങ്ങരുതെന്ന് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസുകൾ ഇന്നും തുടരും. കമ്പനികൾ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഗതാഗതത്തിലും വലിയ തടസ്സമാണ് നേരിടുന്നത്. റോഡിൽ പലയിടത്തും വെള്ളം കയറി. ഈ സാഹചര്യത്തിൽ ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. ദുബായ് മെട്രോയുടെ പ്രവർത്തനവും വലിയ രീതിയിൽ താറുമാറായിരിക്കുകയാണ്. വാദിയിൽ ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരിച്ചു. ഗൾഫിലെ മറ്റു രാജ്യങ്ങളിലും മഴ വളരെയധികം ശക്തമായി പെയ്യുകയാണ്. ബഹ്റിനിൽ മഴയിൽ മലയാളികളുടെ ഉൾപ്പെടെ വ്യാപാര സമുച്ചയങ്ങളും മനാമ സെൻട്രൽ മാർക്കറ്റിലും വെള്ളം കയറി. ഒരു മലയാളി ഉൾപ്പെടെ 18 പേർ ഒമാനിൽ ഇതുവരെ മഴക്കെടുതിയിൽ മരിച്ചു. അതേസമയം UAE-യിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് രാജ്യത്തുണ്ടാകുന്നത്. റാസൽ ഖൈമയിലും അൽ ഐനിലും മണ്ണിടിച്ചിലുണ്ടായി. ഇതിനെ തുടർന്ന് റോഡുകൾ തകർന്നു, ഗതാഗതം താറുമാറായി. ദുബായിൽ നിന്നുള്ള 17 വിമാനം റദ്ദാക്കിയതായി അധികൃതർ കഴിഞ്ഞ ദിവസങ്ങൾ അറിയിച്ചിരുന്നു. മിക്ക എമിറേറ്റുകളിലും പ്രധാന ഹൈവേകളിലടക്കം മഴവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഡുകൾ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഷാർജയിലും മറ്റും താഴ്ന്ന സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾക്കകത്തേക്ക് മഴവെള്ളം ഇരച്ചു കയറി. അതുകൊണ്ട് തന്നെ പല സൂപ്പർ മാർക്കറ്റുകളും, ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ അടയ്ക്കേണ്ട സാഹചര്യം വന്നു. രാജ്യത്ത് ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ തുടരാൻ UAE അധികൃതർ അപേക്ഷിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത സുരക്ഷാ അലേർട്ടിൽ ജനങ്ങൾ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമേ വീടിന് പുറത്തിറങ്ങാവൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് ഈ ഒരു മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ സ്കൂളുകളെല്ലാം ഓൺലൈൻ പഠനത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് പലർക്കും ജോലിക്ക് പോകേണ്ട സാഹചര്യം ഉണ്ട്. പലയിടത്തും മഴവെള്ളം കെട്ടി നിൽക്കുന്നു. അതുകൊണ്ട് റോഡുകളിലൂടെ വാഹനങ്ങൾക്ക് പോകാനാകാത്ത സ്ഥിതിയാണ്. പാതി വഴിയിൽ യാത്ര തടസ്സപ്പെടുന്നവരുമുണ്ട്. കനത്ത മഴയിൽ റാസൽ ഖൈമയിലെ അൽ ഷുഹാദ സ്ട്രീറ്റ് തകർന്നു. ഇതിനെ തുടർന്ന് പ്രദേശം പോലീസ് നിയന്ത്രണത്തിലാണ്. രാവിലെ എമിറേറ്റ്സ് റോഡിലേക്ക് പോകുന്ന തെരുവിന്റെ വശത്തായിരുന്നു മണ്ണിടിച്ചിലുണ്ടായത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മണ്ണിടിച്ചിലിൽ റോഡ് തകർന്നതിനെ തുടർന്ന് വാഹനം ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും വേഗത കുറയ്ക്കണമെന്നും റാസൽ ഖൈമ പോലീസ് അപേക്ഷിക്കുകയുണ്ടായി. എന്തായാലും UAE-യിൽ വലിയ രീതിയിലുള്ള മഴ തുടരുകയാണ്. തീർച്ചയായിട്ടും UAE-യിലും ദുബായിലും മറ്റ് ഈ ഒരു മഴയൊക്കെ ഉള്ള പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ ശ്രദ്ധിക്കുക.